വാഗ്ദത്തത്തിൻ്റെ അവകാശികൾക്ക് തൻ്റെ ആലോചന മാറാത്തതെന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച് ഒരാണയാൽ ഉറപ്പ് കൊടുത്തു. എന്തുവായിരുന്നു ആ വാഗ്ദത്തം? 14-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 14-ാമത്തെ വാക്യം, 14th verse. 2 കാര്യങ്ങൾ. 1, നിന്നെ അനുഗ്രഹിക്കും. 2, നിന്നെ വർദ്ധിപ്പിക്കും. വാവ്! ചിലർ പറയും ഈ അനുഗ്രഹം ഒന്നും പ്രസംഗിക്കാൻ പാടില്ല. പുതിയ നിയമത്തിൻ്റെ പ്രസൻസിലേക്ക് കടക്കുന്നതിൻ്റെ ഷുവറിറ്റിയാണ് ബ്ലെസ്സിങ്. എന്താണ് ബ്ലെസ്സിങ്? ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നമുക്ക് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാവുന്നില്ല. അനിൽ അംബാനിക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ലക്ഷക്കണക്കിന് രൂപ. ദൈവം നമ്മോട് കൂടെ നിൽക്കുന്നതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ്. അബ്രാമിനോട് ദൈവം പറയുകയാണ്, അബ്രാമേ, ഐ ആം യുവർ എക്സീഡിംഗ്ലി ഗ്രേറ്റ് റിവാർഡ്. നിന്റെ മഹത്തായ പ്രതിഫലം. ദൈവം കൂടെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോസ്തല പ്രവൃത്തികൾ 7-ാമത്തെ അധ്യായം, മലയാളത്തിൽ 9ഉം 10ഉം വായിക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാമത്തെ അധ്യായം 9ഉം 10ഉം വാക്യങ്ങൾ. Acts 7, 9 and 10. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാമത്തെ അധ്യായം 9ഉം 10ഉം വാക്യങ്ങൾ. മലയാളം പ്ലീസ്. അവനെ വിറ്റ് കളഞ്ഞു. ഓക്കെ, മലയാളത്തിൽ 10 കാണത്തുള്ളൂ. 10-ാമത് കാണിച്ച് 10th verse കാണിച്ച്. എന്നാൽ ദൈവം അവനോട് കൂടിയിരുന്നു, സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. മിസ്രയീം രാജാവായ ഫറവോന്റെ മുൻപാകെ അവന് കൊടുത്ത ബ്ലെസ്സിംഗ് ഉണ്ട്. കൃപയും ജ്ഞാനവും കൊടുത്ത് അവനെ മിസ്രയീമിൽ തന്റെ സർവ്വഗൃഹത്തിനും അധിപതിയാക്കി വെച്ചു. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്. Can you show English please? 7:10 English. Go to 9. ഇംഗ്ലീഷില 9 and 10. 9 and 10. God was with him. അടുത്ത വാക്യം. Yeah, go to the next verse. Delivered him of all troubles, gave him favor and wisdom. ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ചെയ്തിരിക്കുന്നത് whatever he did prospered. അവൻ ചെയ്തതൊക്കെയും സാധ്യമായി തീർന്നു. അപ്പോൾ ദൈവ സാന്നിധ്യത്തിലേക്ക് കയറാനുള്ള ഉറപ്പിൻ്റെ കാര്യത്തെക്കുറിച്ച് ഹെബ്രായ ലേഖകൻ എഴുതി വരുമ്പോൾ 2 കാര്യങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും വിശ്വസിക്കണം. ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഞാൻ വർദ്ധിക്കും. വർധനവില്ലാത്ത ഗോസ്പൽ അല്ല. അതിനുള്ള തെളിവായിരുന്നു കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ചെയ്ത പല അത്ഭുതങ്ങളും. ഉദാഹരണത്തിന് ഏറ്റവും സിമ്പിൾ അത്ഭുതം, വെള്ളത്തെ വീഞ്ഞാക്കി. വർധന ഉണ്ടായോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അവിടെ പറയണം, ഞാൻ മഹത്വത്തെ വെളിപ്പെടുത്തി. 5 അപ്പോൾ 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. വർധന ഉണ്ടോ ഇല്ലയോ? ശിഷ്യന്മാരുടെ എണ്ണത്തിൽ വർധന ഉണ്ടായോ ഇല്ലയോ? ഉണ്ടായി. കർത്താവ് ചെയ്ത പ്രവൃത്തികളിൽ വർധന ഉണ്ടായോ ഇല്ലയോ? ഉണ്ടായി. കർത്താവിനെ കുറിച്ച് ഇന്നും 2024 വർഷങ്ങൾക്ക് ശേഷം നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലക്ഷക്കണക്കിന് സ്ഥലത്തിൽ യേശുവേ എന്ന വേർഡ് കേൾക്കുന്നുണ്ട്. വർധന ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വർധനമെന്നുള്ളത് ഗോസ്പലിൻ്റെ ഒരു ഭയങ്കര തീമാണ്. അത് പ്രസംഗിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അത് പ്രസംഗിക്കരുത് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചാൽ നമ്മുടെ ലൈഫിൻ്റെ അകത്ത് തന്നെ പ്രസൻസ് ഡൗൺ ആവും. കാരണം പ്രസൻസിലോട്ട് കയറേണ്ട ഒരു കീ ആണ് ടു ബിലീവ് ദാറ്റ് വി ഹാവ് എ ഗോഡ് ഹു വിൽ ബ്ലെസ്, വി ഹാവ് എ ഗോഡ് ഹു വിൽ ഇൻക്രീസ് ആൻഡ് മൾട്ടിപ്ലൈ. ഇനി കർത്താവ് നൽകിയ ആദ്യത്തെ ബ്ലെസ്സിങ് എന്തായിരുന്നു? ഉൽപ്പത്തിയിൽ. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് തന്നെ നല്ല, മലയാളത്തിൽ അത് അത്ര അങ്ങോട്ട് വരുന്നില്ല. ബ്ലെസ് ചെയ്തിട്ട് പറയണം, ബി ഫ്രൂട്ട്ഫുൾ, മൾട്ടിപ്ലൈ. വർധനമെന്നാണ് പറഞ്ഞത്. മലയാളത്തിലേക്ക് വന്നപ്പോൾ സന്താന പുഷ്ടിയുള്ളവരായിരിക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇംഗ്ലീഷിൽ ആദ്യം വന്നപ്പോൾ പറഞ്ഞത് നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക, വർദ്ധിക്കുക. ഈ 2 പിവറ്റൽ പോയിന്റ്സിൽ നമ്മൾ വിശ്വസിക്കണം. എന്താ വിശ്വസിക്കേണ്ടത്? ദൈവം കള്ളം പറയുന്ന ദൈവം അല്ല എന്നും ദൈവം സ്വന്തമായിട്ട് ഓത്തെടുത്തിരിക്കുക, ദൈവം തന്നെ തലേക്ക് വെച്ച് ഓത്തെടുത്തിരിക്കുക എന്നാണ് ഹെബ്രൂസ് റൈറ്റർ പറയുന്നത്. ഇത് നമ്മുടെ പ്രാണന് സ്റ്റെഡ് ഫാസ്റ്റ് ആങ്കർ എന്ന് മലയാളം നങ്കൂരം. നമുക്ക് നങ്കൂരം. ഞാൻ ഷിപ്സിൽ പോയിട്ടുണ്ട്. ഷിപ്സ് എന്ന് പറഞ്ഞാൽ യാത്രയ്ക്കല്ല. ഒരിക്കൽ ഞാൻ ഗാന്ധിധാം എന്നൊരു സ്ഥലത്ത് പോയി. ഗാന്ധിധാമിന് അടുത്തുള്ള പോർട്ടിൻ്റെ പേരെന്തായിരുന്നു? പോർബന്ദറല്ല. അടിച്ചു നോക്കി, ഗൂഗിളിൽ നിന്ന് അടിച്ചു നോക്കി. ഗാന്ധിധാമിന് അടുത്തുള്ളൊരു പോർട്ടുണ്ട്, വലിയൊരു സീ പോർട്ടുണ്ട് അവിടെ. ഈ ഗുജറാത്തിലെ ഭൂമിയൊലിക്കം വന്നപ്പോൾ ഒത്തിരി നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായി. കണ്ട്ല പോർട്ട് എന്നൊരു പോർട്ടുണ്ട്, വലിയ പോർട്ടാണ്. അപ്പോൾ അവിടെ ഷിപ്പിൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഷിപ്പ് ഓയിലൊക്കെ കൊണ്ടുവരുന്ന വലിയ ഷിപ്പ് റീഫ്യൂലിങ്ങിനും അവരുടെ റിപ്പയർസിനായിട്ട് അവിടെ വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ ചെയ്യുന്ന ഒരു ബിസിനസ് മാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 1-2 ചെറിയ ഷിപ്പുണ്ട്. അപ്പോൾ ആ ഷിപ്പിൽ ഞങ്ങളെ കയറ്റി അതിൻ്റെ അടുത്ത് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത് പോയി. ഈ വലിയ ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഹ്യൂജാണ്. നമുക്കിങ്ങനെ എത്ര നോക്കിയാലും എത്തത്തില്ല, അതുപോലെ ഹ്യൂജാണ് ഓയിൽ കൊണ്ടുവരുന്ന ഷിപ്പുകൾ. അത് പക്ഷെ അനങ്ങത്തില്ല, കാരണം അതിന് നങ്കൂരം ഇട്ടിരിക്കുകയാണ്. എത്ര വെള്ളം തിരമാലകൾ അടിച്ചാലും അത് അനങ്ങത്തേയില്ല. അപ്പോൾ ന്യൂ കവണന്റിലേക്ക് വന്ന് പറയുകയാണ്, നിങ്ങളുടെ സോൾ, നിങ്ങളുടെ പ്രാണൻ അനങ്ങാതിരിക്കണമെങ്കിൽ ദൈവം 2 ബ്ലെസ്സിങ് നമുക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ടെന്ന് കണ്ണടച്ച് വിശ്വസിക്കണം. 1 അനുഗ്രഹം, 2 വർധനം. ഇത് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രാണൻ അനങ്ങാതിരുന്നാൽ, പൗലോസിന്റെ ടീം എഴുതിയെന്ന് പറയുന്നത്, ആ ടീം പറയുന്നു നിങ്ങൾക്ക് തിരശ്ശീലയ്ക്ക് അപ്പുറമുള്ള സാന്നിധ്യത്തിലേക്ക് കടക്കാം. ഇത് നന്നായിട്ട് അറിയാവുന്ന പിശാച് എവിടെയാണ് ബ്ലോക്ക് ചെയ്യുന്നറിയാമോ? ആദ്യം നമ്മൾ വിശ്വസിപ്പിക്കുന്നു, അനുഗ്രഹത്തിന്റെ പിന്നാലെ പോകരുത്. നമ്മൾ എവിടെയെങ്കിലും ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ അവൻ പ്രോസ്പെറിറ്റി പ്രീച്ചറാന്ന് പറയും. അതാ പ്രസംഗിക്കേണ്ടത്. കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ അതാ ദൈവം പറഞ്ഞത്.
യാക്കോബിനെ കുറിച്ചൊക്കെ നമ്മൾ പ്രസംഗിക്കും. യാക്കോബ് മൽപ്പിടുത്തം കൂടിയിട്ട് പറയുന്നു, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. പക്ഷെ ഞാൻ എങ്ങാനും പ്രസംഗിച്ചു പോയാൽ ഈ ഉണർവ് പ്രോസ്പെറിറ്റി ഉണർവായിട്ട് മാറിപ്പോയി. രണ്ടാമത്തേതാണ് വർധനവ്. ഞാൻ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ മൾട്ടിപ്ലൈ. ഇന്ന് രാവിലെ നിങ്ങൾ ഫിന്നി സ്റ്റീഫൻ പാസ്റ്ററിൻ്റെ ടെസ്റ്റിമണി കേട്ടോ. അദ്ദേഹത്തിന് ആരും ഒരു ചെറിയൊരു ഓഫറിങ് കൊടുത്തിട്ട് അതിൽ നിന്ന് ലേബറേഴ്സിന് കൊടുത്തിട്ട് വർദ്ധിച്ചത് കേട്ടോ. ഇത് ഭയങ്കര റിയലാണ്. എൻ്റെ ലൈഫിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. ഞാനിതൊരിക്കൽ ഓൾറെഡി റിവൈവിലകത്ത് പറഞ്ഞു, ഒന്നും കൂടെ ഞാനത് പറയാം. 2018 ഞങ്ങൾ ആഫ്രിക്കൻ മിഷൻസ് ചെയ്യുവാണ്. ആഫ്രിക്കൻ മിഷൻസ് ചെയ്യുമ്പോൾ ഈ വിജോയ് പോയോ, ഇവിടെ നമ്മുടെ സൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന മോനെ ഞാൻ ആദ്യം വിട്ടു. വിജോയ്ക്ക് ഇംഗ്ലീഷ് മലയാളം അല്ലാതെ ഒരു ഭാഷ അറിയത്തില്ല. വിജോയുടെ കൂടെ ബാംഗ്ലൂർ ചർച്ചിൽ ഒരു IT എഞ്ചിനീയറിനെയും ഞാൻ വിട്ടു. രണ്ടുപേരെയും 3 മാസത്തേക്ക് ആഫ്രിക്കയിൽ പണിയെടുക്കാൻ വിട്ടിരിക്കും. പണി ഒന്ന് ഫിസിക്കൽ പണി, സൗണ്ട് സിസ്റ്റം ശരിയാക്കണം, സ്റ്റേജ് വെൽഡ് ചെയ്ത് ഉണ്ടാക്കണം, ലൈറ്റിൻ്റെ ടവറുകൾ ഉണ്ടാക്കണം. അപ്പോൾ മീറ്റിംഗ് തുടങ്ങുന്നത് ഓഗസ്റ്റ് 2-ാം തീയതിയാണ്. ജൂലൈ 28-ന് ഞാൻ പോവുകയാണ് ആഫ്രിക്കയിൽ. അപ്പോൾ എന്നോട് അവർ പറഞ്ഞു, പാസ്റ്റർ 2 ലക്ഷം രൂപ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് 2,10,000 രൂപ, 2,10,000 2,20,000 എൻ്റെ കയ്യിൽ വന്നു. നമുക്ക് $3,000 വരെ ഇന്ത്യക്ക് പുറത്തോട്ട് കൊണ്ടുപോകും. എൻ്റെ പാസ്പോർട്ട് കൊടുത്തു. ഞാൻ ആ പൈസ, ഇന്ത്യൻ പൈസ കൊടുത്ത് മാറ്റി ഡോളറാക്കി ഞാൻ ആഫ്രിക്കയിൽ പോവുക. ഞാൻ എയർപോർട്ടിൽ ഇറങ്ങി. എയർപോർട്ടിൽ നിന്ന് തന്നെ യുഗാണ്ടൻ കറൻസി ആക്കണം, ഷില്ലിങ്സ് ആക്കണം. ഷില്ലിങ്സ് ആക്കി എൻ്റെ പോക്കറ്റിൽ വെച്ചു. അപ്പോൾ ഞാൻ പോകുമ്പോൾ ചെന്ന് വാങ്ങിക്കേണ്ട ഒന്നൊരു കാര്യമായിരുന്നു, ജനറേറ്ററിൻ്റെ പാനൽ ബോർഡ്, കുറച്ച് വയറിങ്സ്. അപ്പോൾ ജനറേറ്റർ തന്നെ 1.25 ലക്ഷം രൂപയാണ്. അപ്പോൾ അവിടെ ചെന്നു ഞാൻ ജനറേറ്ററിൻ്റെ പൈസ എടുത്തു കൊടുത്തു. ആ പൈസ എടുത്തു കൊടുക്കുമ്പോൾ കർത്താവിനോട് കാര്യം പറഞ്ഞു, ഇനി നീ എണ്ണരുത്, നിൻ്റെ എല്ലാ ആവശ്യങ്ങളും ഞാൻ സപ്ലൈ ചെയ്യും, നീ വിശ്വാസത്തിൽ കൈയിടുക, എടുക്കുക, കൊടുക്കുക. അടുത്ത പാനൽ ബോർഡ് വാങ്ങിക്കാൻ പോയി. ഓരോ സാധനങ്ങൾ ഇവരിങ്ങനെ ചെയ്തു വരുമ്പോൾ, നമുക്കൊരു പണി ചെയ്തു വരുമ്പോൾ അപ്പോഴല്ലേ അറിയത്തുള്ളൂ. കുറേ സാധനങ്ങൾ മിസ്സായി. വയറിങ്ങും കേബിളും എല്ലാം വാങ്ങിച്ച് രാത്രിയായപ്പോൾ ഞങ്ങൾക്ക് അവിടെ ആഫ്രിക്കയിൽ ഒരു വണ്ടിയുണ്ട്. ആ വണ്ടിയിൽ ഡീസലാണോ പെട്രോളാണോ ഏതോ ഒരെണ്ണം അടിക്കണം, ഞാൻ ഓർക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ തന്നെ വണ്ടി മറന്നുപോയി. ആ ഫ്യൂൽ ഫുള്ളാക്കി, ഷെല്ലിൻ്റെ പമ്പിൽ പോയി ഫുള്ളാക്കി. അപ്പോൾ അല്പം കൂടെ മുന്നിലോട്ട് വന്നപ്പം ഈ പിള്ളേർ പറഞ്ഞു, ഞങ്ങൾക്ക് വിശക്കും. അവിടെ ഗോഞ്ച എന്നൊരു സാധനമുണ്ട്, ഗോഞ്ചയും മീറ്റും ഉണ്ട്. ഇപ്പോൾ ഈ ഗോഞ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ച ഏത്തക്ക ചുട്ടതാണ്, പക്ഷെ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അതൊരു കൈ വെച്ച് ഒരു കയ്യിൽ ഇങ്ങനെ കടിക്കണം, മറു കയ്യിൽ ഒരു സ്റ്റിക്കിൽ ഇങ്ങനെ മട്ടൺ ചുട്ടതുണ്ട്, ചെറിയ പീസ്. അപ്പോൾ ഒരെണ്ണം അതിൽ നിന്ന് എടുക്കണം, പിന്നെ ഒരു കടി കൊടുക്കും. ഇപ്പോൾ ഈ നമ്മുടെ പിള്ളേർക്ക് അത് ഇഷ്ടമാണ്. അപ്പോൾ അത് വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞാൽ ഞാൻ അതും വാങ്ങിച്ചു കൊടുത്തു. വണ്ടിക്കകത്ത് കയറി ഞങ്ങൾ 6 മണിക്കൂർ യാത്ര ചെയ്തു. ആ സ്ഥലത്തെത്തി. ഞാൻ അവിടെ രാവിലെ ഞാൻ പോക്കറ്റ് കയറ്റപ്പം ₹1 പോക്കറ്റിൻ്റെ അകത്തില്ല. അപ്പോൾ ഞാൻ തലേ ദിവസത്തിൻ്റെ കണക്ക് ഞങ്ങൾ കൂട്ടിയപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഞാൻ പറയുകയാണ്, 2.25 ലക്ഷം രൂപയോളം ചിലവാക്കി. എൻ്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടായിരുന്നത്? 2,10,000-20,000. അപ്പോൾ ഒരു 60,000-70,000 രൂപ സൂപ്പർ നാച്ചുറൽ ദൈവം, വർധനവിൻ്റെ ദൈവമാണ്. ഇൻക്രീസ് ആൻഡ് മൾട്ടിപ്ലിക്കേഷനിൽ വിശ്വസിച്ചാലേ നിങ്ങളുടെ മിനിസ്ട്രീസ് മൾട്ടിപ്ലൈ ആകത്തുള്ളൂ. ഞാനിവിടെ ഈ ബാംഗ്ലൂർ ചർച്ചിൽ ശുശ്രൂഷിക്കുമ്പോൾ ഇവിടുത്തെ ചർച്ചിലെ പിള്ളേർ, ഞാൻ എല്ലാ സൺഡേയും പറയാം, ഡോർ നോക്കി പറയാം, ഒരു വലിയ ക്രൗഡ് ഈ ചർച്ചിൻ്റെ അകത്ത് കയറും. അപ്പോൾ അന്ന് ചർച്ചിൽ 10 പേരേ ഉള്ളൂ. 10 പേര് ഞങ്ങൾ നോക്കി പറയും ക്രൗഡ് വരിക. ഇപ്പോൾ ഈ റിവൈവൽ വന്നപ്പം പാസ്റ്റർമാരുൾപ്പെടെ നമ്മുടെ ചർച്ചിലുള്ളവർ പുറത്തായി, ക്രൗഡ് വന്നു. നമ്മുടെ ചർച്ചിൻ്റെ ഒരു പാസ്റ്റർ വന്നു. അപ്പോൾ ഇവിടെ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് ഈ പുതിയ പിള്ളേരെന്ന് പറഞ്ഞാൽ ഇവർ വേറെ പല ചർച്ചസിൽ നിന്ന് പാസ്റ്റർമാരുടെ മക്കളാണ്. നമ്മുടെ ചർച്ചിലെ പാസ്റ്ററിനെ അവർ കയറ്റി വിട്ടില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചു, കർത്താവിൻ്റെ 2ാമത്തെ വരവ് ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും ഏകദേശം. കർത്താവിൻ്റെ വലിയ ഈ ചർച്ചിലെ പാസ്റ്ററിനെ കയറ്റി വിട്ടില്ല. അപ്പോൾ എന്നെ കയറ്റി വിട്ട് എന്നെ തിരിച്ചറിയുന്നതുകൊണ്ട് എത്ര ലേറ്റായിട്ട് വന്നാലും കയറ്റി. പക്ഷേ എല്ലാ അസോസിയേറ്റീവ്സിനെ അവർക്ക് അറിയത്തില്ല. പ്രൈസും പാസ്റ്റർ വാതിലടയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ഒരു കൊച്ചൻ കയറി വാതിലടച്ചു. അപ്പോൾ നമ്മുടെ പാസ്റ്റർ, ഞാനിവിടുത്തെ പാസ്റ്റർ, പുള്ളി ഒന്ന് കയറാക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെയാണ് കർത്താവിൻ്റെ 2ാമത്. അപ്പോൾ വർധനമെന്നുള്ളത് നമ്മൾ എപ്പോഴും വിശ്വസിക്കണം. പ്രത്യേകിച്ച് ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി സോൾസിൻ്റെ വർധനവിൽ തന്നെ ചിന്തിക്കണം. അത് ചർച്ചിൻ്റെ നമ്പർ കൂടുന്ന മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലൂടെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ലൈഫ്സിൻ്റെ എണ്ണം കൂടണം. അന്യഭാഷകൾ പറയുന്നുണ്ടോ? നിങ്ങളുടെ ലൈഫിലൂടെ നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ 2024 1000 പേരാണ് ഇമ്പാക്ട് ചെയ്യുന്നതെങ്കിൽ 2025 10,000 പേര് ഇമ്പാക്ട് ചെയ്യണം. സ്പീക്ക് ഇൻ ടങ് സ്പേസ്. വായികൾ തുറന്ന് അന്യഭാഷയിൽ സംസാരിക്കും. Come on, speak please. വായികൾ തുറന്ന് ഷബ്രാറ്റ നബ്രാസിഹൻറ്റ് റേബാമനാഥ റബോലബ്ര ഷിബ്രിയൻറ്റ് നെബ്രാസിഹൻറ്റ് സോബ്രിയൻറ്റ് ലേബ്രാക സിയൻറ്റ് നെബ്രാസിഹൻറ്റ് റബ്രോ ഷിബ്രിയൻറ്റ് ലബ്രാസിയൻറ്റ് ടോബ്രാ ഷിബ്രിയൻറ്റ് നബ്രാക സിയൻറ്റ്. ഈ പ്രസൻസിലേക്ക് കയറാൻ നമ്മൾ ആഗ്രഹിക്കണം. പഴയ നിയമത്തിൽ ഹൈ പ്രീസ്റ്റിന് മാത്രമേ അവിടെ കയറാൻ ഒക്കത്തുള്ളൂ. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ 20ാമത്തെ വാക്യം പറയുന്നു, മൽക്കീസേദക്കിന്റെ ക്രമപ്രകാരം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. മലയാളത്തിൽ ഒന്ന് വായിക്കാമോ? ഹീബ്രൂസ് ചാപ്റ്റർ 6 വേഴ്സ് നമ്പർ 20. ഹീബ്രൂസ് 6:20. ഹെബ്രായർ 6:20 മലയാളം. അവിടേക്ക് യേശു മൽക്കീസേദക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുൻകൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. പ്രസൻസിൻ്റെ അവൈലബിലിറ്റി പുതിയ നിയമത്തിൽ വളരെ ഹൈ ആണ്. പഴയ നിയമത്തിൽ ആലയം പുക കൊണ്ട് നിറഞ്ഞതിനെ കഥകൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇപ്പോഴും നമ്മൾ കൊതിക്കണം ആ പ്രസൻസിന് വേണ്ടിയിട്ട്. ഇന്ന് രാത്രി നമ്മുടെ ഉള്ളിൽ ആ ആഗ്രഹം വരുന്നുണ്ടോ? ഞാൻ പ്രസൻസിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. ആ പ്രസൻസിനെ തന്നെ ആഗ്രഹിക്കണം. ആ പ്രസൻസിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരാനായിട്ട് വെക്കും.
ബൈബിളിൽ ഏറ്റവും കൂടുതൽ പ്രസൻസ് പഴയ നിയമത്തിൽ ആസ്വദിച്ചത് ആരായിരിക്കും? മോശയാണ്. ഒരു സംശയമില്ലാതെ മോശ. ഞാൻ പറഞ്ഞു പ്രസൻസ് എന്ന് പറയുമ്പോൾ ഫേസ് എന്ന് വേണം റീഡ് ചെയ്യാനായിട്ട്. മോശ ആദ്യമേ മുൾപടർപ്പിൽ ദൈവസാന്നിധ്യമാണ് കാണുന്നത്. പുറപ്പാട് 3:1-5 വരെ. പുറപ്പാട് 19 ദൈവത്തെ മുഖാമുഖമായിട്ട് കാണുന്നു. പുറപ്പാട് 33 വീണ്ടും ദൈവത്തെ മുഖാമുഖമായി 40 ദിവസം സംസാരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈ ലെവലായിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടായി. ഇതെല്ലാം പറഞ്ഞിട്ട് പുറപ്പാട് 33:14 ആയപ്പോൾ ദൈവം പറഞ്ഞു, മോശ എൻ്റെ സാന്നിധ്യത്തെ പോലും നീ അങ്ങ് കൊണ്ടുപോകും, നീ എൻ്റെ സാന്നിധ്യത്തെ കൊണ്ടുപോകും. അപ്പോൾ മോശ ആൻസർ ചെയ്യുകയാണ്, ഇത് പോരാ, എനിക്ക് അങ്ങയുടെ മഹത്വം കാണണം. അപ്പോൾ 30 ചാപ്റ്ററായിട്ട് 30 ചാപ്റ്റേഴ്സായിട്ട് ദൈവത്തിൻ്റെ പ്രസൻസ് ഭയങ്കര വിസിബിളി കണ്ട ഒരു വ്യക്തിക്ക് കൊതി തീരുന്നില്ല, ആഗ്രഹം തീരുന്നില്ല. നമുക്കൊക്കെയോ ഉണർവിൻ്റെ ആദ്യത്തെ ആഴ്ച ആയപ്പോൾ നമ്മൾ യൂസ്ഡായി ദൈവ സാന്നിധ്യവുമായിട്ട്. അപ്പോൾ നമ്മുടെ മനസ്സ് പറയുന്നു ഇത്രയേ ഉള്ളൂ. പക്ഷെ മോശയുടെ മനസ്സ് അതല്ല പറഞ്ഞു. മോശയുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു, ഇതിനേക്കാളും വലുത് എന്തോ ഉണ്ട്, ഇതിനേക്കാളും വലുതുണ്ട്, ഞാൻ ദാഹിക്കണം, ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം പറഞ്ഞു, മോശ നീ എൻ്റെ പ്രസൻസ് കൊണ്ടുപോ, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ കൊണ്ടുവയ്ക്കോ, നീ ദൂതന്മാരെ കൊണ്ടുവയ്ക്കോ. മോശ പറഞ്ഞു, അതൊന്നും പറ്റത്തില്ല, എനിക്ക് അങ്ങയുടെ മഹത്വം കാണണം. 33:14 the Lord said, I will give you my presence. Ideally we should have been very satisfied with that. We should have, wow, thank you Lord, I'm very special, I'm taking your presence. But Moses comes back and says, no God, that's not possible. Show me your glory. Minor scale about it.